പണ്ട് ജപ്പാനിൽ മരിച്ച ശേഷം മനുഷ്യൻ പുനർജനിക്കുമോ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമോ എന്ന് തീരുമാനിക്കുന്നത് അവർ ചെയ്ത പ്രവൃത്തികൾ അനുസരിച്ചായിരുന്നു. പക്ഷേ ചിലർ അത്രയും ഭീകരമായ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും, അവർക്കും നരകത്തിൽ അതിഭീകരമായ ശിക്ഷയുണ്ട്. അതാണ് ഒനിയുടെ രൂപത്തിലേക്കുള്ള പിറവി. ഒനികൾ വലിയവരും ഭീതിപരത്തുന്നവരുമാണ്. ചുവപ്പ്, നീല, കറുപ്പ് നിറത്തിലായിരുന്നു അവർ കാണപ്പെട്ടിരുന്നത്. കൊമ്പുകൾ, വലിയ പല്ലുകൾ, കുരിശ് പോലെയുള്ള ഇരുമ്പ് വടി, കാട്ടുമൃഗങ്ങളുടെ ത്വക്കിൽ നിന്നുള്ള വസ്ത്രം, ഇതെല്ലാം അവരുടെ ഭീകരതയുടെ ഭാഗമാണ്. ഒനികളുടെ ജോലി പാപികളെ ശിക്ഷിക്കുക, എല്ലുകൾ തകർക്കുക, ശരീരം കീറി വേദനിപ്പിക്കുക, ഇത് ആണ് അവരുടെ ദൈനംദിന പ്രവൃത്തി. പക്ഷേ ഒരിക്കൽ ഒരാൾ അത്രയും ദുഷ്ടനാകുമ്പോൾ അവൻ മരിച്ചുകൊണ്ടല്ല, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴേ തന്നെ ഒനിയായി മാറുന്നു. ഇവരാണ് കഥകളിലും പുരാണങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഭീകരന്മാർ. രാജാക്കന്മാരെയും യോദ്ധാക്കളെയും പോലും വെല്ലുവിളിക്കുന്നവൻ, ജനങ്ങളിൽ ഭീതിയുണർത്തുന്ന, തനിക്കു മേലുള്ള ഒന്നിനെയും അംഗീകരിക്കാത്ത ഒരു ശക്തി. ഒനിക്ക് എപ്പോഴും ഒരു സത്യമുണ്ട്: അവൻ മനുഷ്യന്റെ ശത്രുവാണ്, നന്മയുടെ എതിരെ നിലകൊള്ളുന്ന അതിക്രൂര ശക്തി. ഒടുവിൽ ഓർക്കുക, ഒരാൾ ഒരിക്കൽ ചാടിയാൽ അയാൾക്ക് തിരികെ വരാനാവില്ല. അതാണ് ഒനിയുടെ ശക്തി, പാപം മനുഷ്യനെ കൊടുക്കുന്ന അവസാന രൂപം.